അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാം ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കാണുന്ന, ഓരോ മുസ്ലിമും തൻ്റെ നിത്യജീവിതത്തിൽ ശീലമാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ദിക്റുകളാണ് അദ്കാരി സ്വബാഹി വൽ മസ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട ദിക്റുകൾ. അഥവാ സുബഹി നമസ്കാരത്തിന് ശേഷവും അസ്ർ നമസ്കാരത്തിന് ശേഷവും നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾക്കാണ് അദ്കാറു സ്വബാഹ്, അദ്കാറുൽ മസാ എന്ന് പറയുന്നത്. ഒരു കൂട്ടം ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രത്യേകം ചൊല്ലാൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ദിക്റുകൾ ചൊല്ലുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ഖൈറുകൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന്, അതിൽ ചൊല്ലേണ്ട ഓരോ ദിക്റുകളുടെ ഫളലുകളും ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ദിക്റുകൾ പൊതുവായി ചൊല്ലിയാലും പ്രത്യേകിച്ച് പ്രഭാത പ്രദോഷ ദിക്റുകൾ ചൊല്ലിയാലും ഒക്കെ ലഭിക്കുന്ന 10 നേട്ടങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നേട്ടം, എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്. ജീവിതത്തിൽ സന്തോഷം വേണം, സമാധാനം വേണം, ടെൻഷനില്ലാത്ത ഒരു ജീവിതം വേണം. അതിന് ഭൗതികമായ പല മാർഗങ്ങളും അന്വേഷിക്കുന്നു, പലതിൻ്റെയും പിന്നാലെ പോയി നോക്കുന്നു, പല കേന്ദ്രങ്ങളിലും അഭയം തേടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സമാധാനം കിട്ടുന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ സൂറത്തു റഅദിൽ പറഞ്ഞതുപോലെ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ ശാന്തത ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത് അള്ളാഹനെ ഓർക്കുന്നതിലൂടെയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക മനുഷ്യരെ, ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത് ദിക്റുള്ളയിലൂടെയാണ്. അഥവാ ഒരു പ്രഭാതത്തിൽ പ്രത്യേകിച്ചും ശാന്തമായ അന്തരീക്ഷം, അല്ലേ, നമ്മുടെ മനസ്സിൽ സ്ട്രെസ്സ് വരുന്ന, അതല്ലെങ്കിൽ മറ്റു ചിന്തകൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ശാന്തമായ ഒരു പകൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടി ഒരു ഡേ തുടങ്ങാനുള്ള അവസരമാണ് പ്രഭാത പ്രദോഷ ദിക്റുകൾ ശീലമാക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ സാധിക്കുന്നത്. രണ്ടാമത്തെ, നമുക്ക് ഉന്മേഷവും ഊർജ്ജസ്വലതയും കിട്ടുമെന്നുള്ളതാണ്. രാവിലെ നമ്മൾ ചൊല്ലേണ്ട, നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത് മുതൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ മാതന വലൈഹി നുശൂർ, അവിടെ നിന്ന് തുടങ്ങുന്നു നമ്മുടെ സുബഹി നമസ്കാരം. അതുപോലെ തന്നെ നമ്മൾ വുദൂ ചെയ്യുന്നു, അപ്പോഴൊക്കെ പിശാചിട്ട 3 കെട്ടുകൾ അഴിയുകയാണ്. പിന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അദ്കാറു സ്വബാഹ്, പ്രഭാത പ്രാർത്ഥനകൾ കൂടി ചൊല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും ഉന്മേഷവാനായിട്ടാണ് അവൻ്റെ ഡേ തുടങ്ങുന്നത്, മടിയില്ലാത്തവനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയാൻ കാരണം അതാണ്. അതുകൊണ്ടൊരു ദിവസം തന്നെ ഉന്മേഷത്തോടുകൂടെ മുന്നോട്ട് പോകണം, ഊർജ്ജസ്വലതയുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അദ്കാറു സ്വബാഹ്, അദ്കാറുൽ മസാ നമ്മൾ ശീലമാക്കുക. മൂന്നാമത്തത്, ഭൗതികമായ അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷ. എന്തെല്ലാം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മെ അത് ബാധിക്കുമോ? നമുക്ക് പേടിയാണ്. എൻ്റെ കുടുംബത്തെ അത് ബാധിക്കുമോ? എൻ്റെ മക്കളെ അത് ബാധിക്കുമോ? ഭൗതികമായ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതിനുമപ്പുറം അതിന് കാവൽ നൽകേണ്ടത് റഹ്മാനായ റബ്ബാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല, അവനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലുള്ള വാചകങ്ങളെയും അർത്ഥങ്ങളെയും നമ്മൾ എടുക്കുമ്പോൾ
പ്രത്യേകം പ്രൊട്ടക്ഷൻ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാർത്ഥനകളുടെയും റിസൾട്ടായി, അതിൻ്റെ ഒരു നേട്ടമായി പറഞ്ഞത് തന്നെ, ഇന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു ഉപദ്രവവും നിങ്ങളെ ബാധിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ദിക്റുകൾ ഏതൊക്കെയാണ്, ആ പ്രാർത്ഥനകൾ ഏതൊക്കെയാണ്, ഓരോന്നായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് പിശാചിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കുമെന്നതാണ്. പ്രഭാത ദിക്റുകൾ നമ്മൾ ശീലമാക്കിയാൽ, പ്രദോഷ ദിക്റുകൾ നമ്മൾ ശീലമാക്കിയാൽ നമുക്ക് ശൈത്താനിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ ലഭിക്കും. നമ്മൾ മടിയുണ്ടാക്കുന്നതാരാ? കോപം നമ്മിൽ നിന്നുണ്ടാകുന്നു, അതിൻ്റെ പിന്നിലാരാ? നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നു, നന്മക്ക് ഒരു പിന്നോട്ട് വലിക്കുന്നു നന്മയിൽ നിന്ന്. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക്, മോശപ്പെട്ട അവസ്ഥകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിശാചാണ്. ആ പിശാചിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിച്ചാലോ, ആ പിശാചിൽ നമുക്ക് സംരക്ഷണം ലഭിച്ചാലോ സ്വാഭാവികമായും സജീവമായി നന്മകളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും വിജയികളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് പ്രഭാത ദിക്റുകൾ, പ്രദോഷ ദിക്റുകൾ ശീലമാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കുന്നത്. ഒരിക്കലും ഞാനത് മിസ്സാക്കുകയില്ല എന്നതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അഞ്ചാമത്തേത് വമ്പിച്ച പ്രതിഫലം. വമ്പിച്ച പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയാണ്. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് അഹ്സാബിൽ വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ, അള്ളാഹു അവർക്ക് എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? മഗ്ഫിറത്ത് നൽകും. അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു മാത്രമല്ല, വഅജ്റൻ അദീമ, വമ്പിച്ച പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്തോതി നമ്മളെ പഠിപ്പിച്ച സംഗതിയാണ്. ആറാമത്തത് റബ്ബിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുക എന്നുള്ളതാണ്, അള്ളാഹിൻ്റെ തൃപ്തി നേടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അള്ളാഹിനെ എത്രത്തോളം നമ്മൾ ഓർക്കുന്നുവോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ മുസല്ലയിൽ നമ്മൾ ഇരിക്കുന്നു അല്ലേ, നമ്മൾ എത്ര സമയമാണ് അദ്കാർ സുബഹ് ഓരോന്ന് നമ്മളിങ്ങനെ ചൊല്ലുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, മനസ്സറിഞ്ഞ് ചൊല്ലുകയാണ്. അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമ്മിൽ ഇറങ്ങുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹു തൃപ്തിപ്പെട്ടാൽ അതിനേക്കാൾ വലിയ മറ്റെന്ത് നേട്ടമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. ഏഴാമത്തത് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണം, ബർക്കത്ത് ഉണ്ടാകണം എന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? പലപ്പോഴും നമുക്ക് എന്തൊരു സാഹചര്യമാണ്, എത്ര വിഭവങ്ങളാണ് നമുക്കുള്ളതെങ്കിലും അതിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്, അതല്ലെങ്കിൽ അതിലൊരു ബർക്കത്ത് കിട്ടി അതിലൊരു സംതൃപ്തിയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, അല്ലയോ മനുഷ്യ, തഫറഗ ലി ഇബാദത്തി അംല സദറക ഗിന, നിന്റെ മനുഷ്യ നീ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കണം. ഇബാദത്ത് ചെയ്യേണ്ട സമയം നീ ചെയ്യണം. വെറും ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെയെങ്കിൽ നിൻ്റെ ഹൃദയത്തെ നാം എന്തു ചെയ്യും? ഐശ്വര്യം കൊണ്ട് നിറക്കും. അതുപോലെ തന്നെ നിൻ്റെ ദാരിദ്ര്യം വരുന്ന അവസ്ഥ ഉണ്ടാകില്ല. ദാരിദ്ര്യത്തെ നാം തടുക്കും. ഇല്ല തഫ്അൽ മലഉതു യദൈക ഹുശുഗലൻ, അതല്ല ഇബാദത്തിന് വേണ്ടിയൊന്നും സമയം മാറ്റി വെക്കണില്ല, കുറച്ച് സമയം ഒഴിഞ്ഞിരുന്ന് അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് എടുക്കാൻ നീ തയ്യാറാകുന്നില്ല എങ്കിൽ തീർച്ചയായും നിനക്ക് ഷുഗല്, നീ കൂടുതൽ ബിസിയാകും. നിനക്ക് ദുനിയാവിൻ്റെ പിന്നാലെ നീ പോകുമ്പോഴും നിനക്ക് മതി വരാത്ത അവസ്ഥ വരും. നിനക്ക് ദാരിദ്ര്യം നിന്നെ തൊട്ട് ഞാൻ തടുക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇത് അള്ളാഹു പറഞ്ഞ സംഗതിയാണ്. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുന്നു. ശരിക്ക് അദ്കാർ സബാഹിന് വേണ്ടി, പ്രഭാത പ്രാർത്ഥനകൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ ക്ഷമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. റബ്ബിൻ്റെ കൂടെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള സന്ദർഭങ്ങളാണത്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അസറിന് ശേഷവും സുബഹിക്ക് ശേഷവുമുള്ള പ്രാർത്ഥനകളുടെ വേളകൾ. എട്ടാമത്തത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ചെയ്തവരായി നമ്മൾ മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളിൽ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, ഏറ്റവും നല്ല കർമ്മങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ കർമ്മങ്ങൾ, ഏറ്റവും ദറജ ലഭിക്കുന്ന, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന
കർമ്മങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ വെള്ളിയും സ്വർണവും അള്ളാൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ജിഹാദിലേർപ്പെടുന്നതിനേക്കാൾ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്ന കാര്യങ്ങൾ അതെന്താണ്? അത് ദിക്റുല്ലാ, അള്ളാനെ ഓർക്കലാണ്. അപ്പോൾ ദിക്റുള്ളക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കുക, ദിക്റുകൾ ചൊല്ലുക, മനസ്സുകൊണ്ടും ചുണ്ടുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്മരിക്കുക എന്നുള്ളത് വലിയ പുണ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അത്രയും വലിയ പുണ്യം കർമ്മം ചെയ്തവരായി നമ്മൾ മാറും. 9-മത്തേത്, അള്ളാഹു നമ്മെ ഓർക്കുന്ന നല്ല സാഹചര്യം ഉണ്ടാകും. ലോകത്ത് നമ്മളേറ്റവും ബഹുമാനത്തോടുകൂടെ കാണുന്ന പല വ്യക്തികളുണ്ടാകും. ഭൗതിക മേഖലകളിലാകാം. അയാൾ എന്നെ അറിയുമെന്ന് പറയുമ്പോൾ, അയാൾക്ക് എൻ്റെ ഓർമ്മ ഉണ്ടെന്ന് പറയുമ്പോൾ, അയാൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാകും. നമ്മുടെ കൂടെയുള്ളവരോടൊക്കെ നമ്മൾ വളരെ ആത്മാഭിമാനത്തോടു കൂടെ പറയും. എന്നാൽ നമ്മളെ ഓർക്കുന്നത് റഹ്മാനായ റബ്ബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, അന ഇൻദ ദന്നി അബ്ദി ബി വ അന മഅഹു ഇദാ ദക്കറനി. ഞാൻ എൻ്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെ വിചാരിക്കുന്നത് അതുപോലെ ആയിരിക്കും ഞാൻ ഉണ്ടാകുക. ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും. ഇദാ ദക്കറനി, അവൻ എന്നെ ഓർക്കുകയാണെങ്കിൽ. അവൻ എന്നെ ഓർത്താൽ ഞാൻ അവനെയും ഓർക്കും. അവൻ എന്നെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സംഘത്തിന്, അതോ മലക്കുകളിലാണ് ഞാൻ അവനെ ഓർക്കുന്നത്. നമ്മളെക്കുറിച്ച് മലക്കുകളോട് വരെ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാകും അള്ളാഹിനെ ഓർക്കുകയാണെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ വാചകമായിട്ട് പറഞ്ഞതാണ്. 10-മത്തേത്, സങ്കടങ്ങൾ ഇല്ലാതാകുന്ന നല്ല സാഹചര്യം ഉണ്ടാകും. അല്ലേ? ദുഃഖമാണ് എല്ലാവർക്കും പ്രശ്നം. സങ്കടപ്പെട്ട് നടക്കുന്ന അവസ്ഥ, എനിക്കൊന്നുമില്ല, ഒരുപാട് ടെൻഷൻ അടിക്കുന്ന അവസ്ഥ. അവിടെ സങ്കടങ്ങളില്ലാതെ പകരം സന്തോഷം കടന്നു വരുന്ന നല്ല സാഹചര്യം വേണമെങ്കിൽ നമ്മൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ നമ്മൾ ശീലമാക്കുക. ഇസ്ലാം പൊതുവിൽ പറഞ്ഞ ദിക്റുകൾ നമ്മുടെ ശീലമാക്കി നമ്മൾ കൊണ്ടുവരിക. ഭൗതികമായി ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം, മറ്റു പല പരിഹാരങ്ങളും നമ്മൾ അന്വേഷിച്ചു പോകുന്നതിന് പകരം ഇസ്ലാം പഠിപ്പിച്ച, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ് പഠിപ്പിച്ച പരിഹാരങ്ങളാണ് ഇതൊക്കെ. ഈ ദിക്റുകൾ പ്രത്യേകിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട ദിക്റുകൾ അത് ശീലമാക്കുക. ഇൻഷാ അല്ലാഹ് ഏതൊക്കെ ദിക്റുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്, എന്തൊക്കെയാണ് അവയുടെ മഹത്വം, അവയുടെ അർത്ഥം എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോന്നായി നമുക്ക് വരും ക്ലാസ്സുകളിൽ, വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. റഹ്മാനായ റബ്ബ് അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സമാധാന ജീവിതം നേടിയെടുക്കാൻ ഉതകുന്ന വീഡിയോകളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പുറത്തോട്ട് വിടാറുള്ളത്. നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുക. ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഖൈറിലേക്കും നമ്മളെ വഴി നടത്തുമാറാകട്ടെ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.